മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തയച്ചു. അനിയന്ത്രിതമായ അഴിമതിയും ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണമാണെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രിസഭയിലെ സാമുദായിക അസന്തുലിതാവസ്ഥ ഭൂരിപക്ഷ സമുദായത്തെ കോൺഗ്രസിൽ നിന്നും അകറ്റിയെന്നും ചെന്നിത്തല കത്തിൽ ആരോപിക്കുന്നു. ഹൈക്കമാൻഡിന് അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ ടിവി പുറത്തുവിട്ടു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന്റെ കാരണങ്ങളാണ് രമേശ് ചെന്നിത്തല അക്കമിട്ടു നിരത്തി ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയാണ് പ്രധാന ആരോപണം. സംസ്ഥാനത്ത് അഴിമതി നടമാടുകയാണ്. അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയെ പൂർണ്ണമായും നശിപ്പിച്ചു. സ്വജനപക്ഷപാതവും തൻപ്രമാണിത്വവും കോൺഗ്രസിൽ നിന്നും ജനങ്ങളെ അകറ്റി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തിയതാണ് പരാജയത്തിലേക്ക് നയിച്ചതെന്നും ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിലും തയ്യാറെടുപ്പുകൾ നടത്തുന്നതിലും കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിസഭയിലെ ന്യൂനപക്ഷ മേധാവിത്വം ഹിന്ദു സമുദായത്തെ കോൺഗ്രസിൽ നിന്നും അകറ്റാൻ ഇടയാക്കിയെന്നാണ് മറ്റൊരു വിമർശനം. കേവലമായ മുഖമിനുക്കൽ കൊണ്ട് പാർട്ടി രക്ഷപ്പെടില്ലെന്നും ആഴത്തിലുള്ള പഠനവും പൊളിച്ചെഴുത്തുമാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് നിർദ്ദേശിക്കുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങളെ ഒരു വശത്ത് ചെന്നിത്തല വെള്ളപൂശുമ്പോഴാണ് മറുവശത്ത് ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾക്ക് കഴമ്പുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കമാൻഡിന് കത്തയച്ചത്. ഹൈക്കമാൻഡിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തു വന്നതിനാൽ കത്തയച്ചില്ല എന്ന് പറഞ്ഞ് ചെന്നിത്തലയ്ക്ക് ഇനി തടിതപ്പാനും കഴിയില്ല. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ കത്ത് അയച്ചില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ വാദം പൊളിയുന്നു. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനാണ് ചെന്നിത്തല കത്ത് നൽകിയത്. നവംബർ 7-നാണ് ചെന്നിത്തല കത്തയച്ചത്. കത്തിന്റെ പൂർണ്ണരൂപം പീപ്പിൾ ടിവി പുറത്തുവിടുന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. സന്തോഷ്, കേൾക്കാമെങ്കിൽ. കത്തിന്റെ കൂടുതൽ ധന്യ, രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ കൂടിയും കത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നവംബർ 7-ാം തീയതി അഹമ്മദ് പട്ടേലിനാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ രേഖകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു വാർത്തകൾ സജീവ ചർച്ചയായതിനു ശേഷം രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്നും ദില്ലി വിളിച്ച് ഇവിടെ ഹൈക്കമാൻഡിലുള്ള ചില ആൾക്കാരോട് ഇവിടെ AICC ആസ്ഥാനത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽപ്പെട്ടവരോടെല്ലാം തന്നെയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളോ പ്രതികരണങ്ങളോ പുറത്തു പോകരുത് എന്ന് ആവശ്യപ്പെട്ടതായും AICCയിൽ നിന്നുള്ള ചിലർ നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല ദില്ലിയിൽ വിളിച്ചു പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിലെ ലോക്കൽ മീഡിയയുടെ കാര്യം ഇവിടെ കൈകാര്യം ചെയ്തുകൊള്ളാം, പക്ഷേ നാഷണൽ മീഡിയയിലേക്ക്, ദേശീയ മാധ്യമങ്ങളിലേക്ക് ഈ വാർത്തകളോ കത്തോ പോകാതെ ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്ന് രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ച് AICCയിൽ അറിയിച്ചതായാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. ഏതായാലും ഈ കത്ത് രമേശ് ചെന്നിത്തല അയച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AICCയിൽ നിന്നുള്ളവർ തന്നെ ഈ കാര്യം നമ്മളോട് അനൗദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഭവം വിവാദമായിട്ടുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്കോ പരസ്യ പ്രതികരണങ്ങളിലേക്കോ കടക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധന്യ. എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കമാൻഡിന് കത്തയച്ച വിഷയത്തിൽ രമേശ് ചെന്നിത്തലയെ തള്ളി VM സുധീരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം KPCC 75 മണിക്കൂർ ചർച്ച ചെയ്തതാണ്. അന്നൊന്നും പറയാത്ത കാര്യമാണ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നതെന്നും സുധീരൻ പറഞ്ഞു. അതേസമയം ഹൈക്കമാൻഡിന് കത്ത് അയച്ചിട്ടില്ലെന്ന് ചെന്നിത്തല പറഞ്ഞതായും KPCC നേതൃയോഗത്തിൽ VM സുധീരൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയിൽ ആഭ്യന്തരമന്ത്രിക്ക് വിശ്വാസം നഷ്ടമായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതിന്റെ തെളിവാണ് ഹൈക്കമാൻഡിന് ചെന്നിത്തല അയച്ച കത്തെന്നും കോടിയേരി. KPCC 2 ദിവസമായി 15 മണിക്കൂറാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയത്. ഈ 15 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ വരാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും വരാത്ത കാര്യങ്ങൾ എങ്ങനെ ഈ രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ പൊതുസ്ഥിതി ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് പറയുന്നത് കേരളത്തിൽ അഴിമതി ദുസ്സഹമായിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു ഇതിന്റെ
ഫലമായി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ തകർന്നു. ഇങ്ങനെ ആഭ്യന്തരമന്ത്രിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയും? കൊല്ലത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയെ വിലക്കിയത് താനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി RSSന്റെ അടിമയാണെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. R ശങ്കർ പ്രതിമ അനാച്ഛാദനത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിൽ മുഖ്യ പങ്ക് വെള്ളാപ്പള്ളിക്കാണെന്നും സുധീരൻ പറഞ്ഞു. R ശങ്കർ RSSകാരനായിരുന്നുവെന്ന് O രാജഗോപാൽ പറഞ്ഞു. ശങ്കർ ജീവിച്ചിരുന്നെങ്കിൽ BJPയെ നയിക്കുമായിരുന്നുവെന്നും രാജഗോപാൽ അഭിപ്രായപ്പെടുന്നു. ഉമ്മൻചാണ്ടി വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടുമാണ് അതിൽ നിന്നൊഴിഞ്ഞത്. ഞാൻ അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞതും ആത്മാർത്ഥമായിട്ട്. കാരണം ആ സമ്മേളനം ഭംഗിയായും വൃത്തിയായും അലമ്പില്ലാതെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഏറ്റവും വലിയ ഗുരുനിന്ദ നടത്തുന്ന ഒരു സംവിധാനമായി അതിനെ മാറ്റിക്കൊണ്ടു പോകാനാണ് അതിൻ്റെ നേതൃത്വം ശ്രമിച്ചു വരുന്നത്. ചരിത്രം കണ്ട ഏറ്റവും വലിയ ഗുരുനിന്ദകനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര നിഷേധിച്ചാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ കൃഷ്ണപിള്ള മന്ദിരം തകർത്ത കേസുമായി ബന്ധപ്പെട്ട് CPIM സമാന്തരമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ. ക്രിമിനൽ കേസ് അന്വേഷിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സാംസ്കാരിക ക്ഷേമനിധി ചെയർമാൻ സുരേഷ് കുമാർ രാജിക്കൊരുങ്ങുന്നു. ക്ഷേമനിധി നിയമം അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. സിനിമാ പ്രവർത്തകർക്കുള്ള ക്ഷേമനിധി 1/3 വെട്ടിച്ചുരുക്കാനാണ് തീരുമാനം. 2010 LDF സർക്കാരാണ് സാംസ്കാരിക ക്ഷേമനിധി നിയമത്തിന് രൂപം നൽകിയത്. എന്നാൽ 2013 ക്ഷേമനിധി നിയമമായത്. അന്നു മുതൽ 3 രൂപയാണ് സെസ് തുകയായി ക്ഷേമനിധി ബോർഡിന് ലഭിച്ചു പോന്നത്. എന്നാൽ ഇതുപോലും 1/3 വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ നീക്കം. പുതിയ നിയമമനുസരിച്ച് 5 രൂപ കൂടി സിനിമ ആസ്വാദകർക്ക് ഭാരം കൂടും. എന്നാൽ ഇതിന്റെ ആനുകൂല്യം ക്ഷേമനിധി ബോർഡിന് ലഭിക്കുന്നത് തുച്ഛം മാത്രം. സെസ് തുകയിൽ കുറവ് വരുത്തുന്നത് ക്ഷേമനിധിയുടെ പ്രവർത്തനത്തെ അവതാളത്തിലാഴ്ത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് ചെയർമാൻ സുരേഷ് കുമാർ രാജിക്കൊരുങ്ങുന്നത്. ക്ഷേമനിധി വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് A ക്ലാസ് തിയേറ്റർ ഉടമകൾ തിയേറ്റർ അടച്ചിട്ട് സമരം ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനം. ഇതിൻ പ്രകാരം തിയേറ്റർ ഉടമകൾക്ക് 1.5 രൂപയും നിർമ്മാതാക്കൾക്ക് 2 രൂപയും ചലച്ചിത്ര അക്കാദമി KSFDC എന്നിവയ്ക്ക് 25 പൈസ വീതവും ക്ഷേമനിധിക്ക് 1 രൂപയുമാണ് ലഭിക്കുക. പോസ്റ്റർ ബോയ് മുതലുള്ള സിനിമാക്കാർക്കുള്ള ക്ഷേമനിധിയും ഇത് അവതാളത്തിലാഴ്ത്തും. 10,000-ഓളം പേരാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ നൽകിയ 2 കോടി രൂപ കടം കൊണ്ടാണ് മുടങ്ങിക്കിടന്ന പെൻഷൻ പോലും ക്ഷേമനിധി നൽകിയത്. ഈ സാഹചര്യത്തിൽ സെസ് തുക കുറയുന്നത് ക്ഷേമനിധിയെ തകിടം മറിക്കും എന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. എസ് ഷീജ, തിരുവനന്തപുരം. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ആരാച്ചാർ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന സമയത്ത് പുരസ്കാരം പ്രതിഷേധത്തോടെ അംഗീകരിക്കുന്നുവെന്ന് KR മീര പറഞ്ഞു. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾക്കെതിരെയുള്ള നിലപാടിൻ്റെ ഭാഗമായി അവാർഡുകൾ തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അവാർഡ് എന്നെ തേടി വരുമ്പോൾ അത് സന്തോഷത്തെക്കാളേറെ വലിയൊരു ആശങ്ക കൂടി ഉണ്ടാക്കുന്നതാണ്. കാരണം ഏറ്റവും സന്തോഷകരമായ കാര്യം ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഒരു വളരെ ശക്തമായ ഒരു നിലപാടാണ് എൻ്റെ ഈ നോവൽ. ഞാൻ എൻ്റെ പുസ്തകം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അംഗീകരിക്കുന്നു. വാർത്തകളിലേക്ക്. ആഭരണ നിർമ്മാണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ആധാർ ഗോൾഡിന്റെ പുതിയ ഷോറൂം ഡിസംബർ 19 പേരാമ്പ്രയിൽ പ്രവർത്തനം ആരംഭിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സിനിമാ താരം ജയസൂര്യ, അറബ് ലോകത്തെ വ്യവസായ പ്രമുഖരായ മാജിദ് അലിയാമി, ബദർ അലിയാമി, കുഞ്ഞഹമ്മദ് മാസ്റ്റർ MLA എന്നിവർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ആധാർ ഗോൾഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സലീം കോനാരി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ലിവർ ആൻഡ് ഗ്യാസ്ട്രോ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ MD ഡോക്ടർ KG അലക്സാണ്ടർ അധ്യക്ഷനായിരുന്നു. ഉദരരോഗത്തിന്റെ ചികിത്സാ സംവിധാനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 10ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നടന്നു.
COA സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി N മൻസൂർ അവതരിപ്പിച്ചു. ദശകോടികളുടെ വരുമാനമുള്ളപ്പോഴും ശബരിമലയിൽ നിത്യസേവനം അനുഷ്ഠിക്കുന്ന പലരും പരാധീനതകൾക്ക് നടുവിലാണ്. ഇതിനുദാഹരണമാണ് സന്നിധാനത്തെ ഗോശാലയിലെ ഗോപാലകൻ വേലുച്ചാമി. 27 വർഷമായി സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയ്ക്കും അഭിഷേകത്തിനുള്ള പാൽ നൽകുന്ന വേലുച്ചാമിക്ക് ലഭിക്കുന്നത് തുച്ഛമായ വേതനം മാത്രമാണ്. ശബരിമലയിൽ സ്വാമി അയ്യപ്പനും മാളികപ്പുറത്തമ്മയ്ക്കും അഭിഷേകത്തിനായി പാൽ ചുരത്തുന്ന ഗോക്കളാണിത്. സന്നിധാനത്തിന് സമീപത്തുള്ള ഗോശാലയിൽ വസിക്കുന്ന ഇവരെ പരിപാലിച്ച് തമിഴ്നാട് തേനി സ്വദേശി വേലുച്ചാമിയും കർമ്മനിരതനാണ്. പാൽ വന്ന് വൈകിട്ട് രാവിലെയും 2 നേരം പാലാണ് അയ്യപ്പനൊക്കെ കൊടുക്കുന്നത്. രാവിലെ പാല് 2 മണിക്ക് അഭിഷേകത്തിൽ കൊടുക്കണം. മലയപ്പുറത്തേക്ക് വൈകിട്ട് 2 മണിക്ക് പാൽ കിടക്കണം. കഴിഞ്ഞ 27 വർഷമായി വേലുച്ചാമി ശബരിമലയിലെ ഗോപാലകനാണ്. എന്നാൽ ഇപ്പോഴും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് വേലുച്ചാമി പറയുന്നു. പിന്നെ ശമ്പളം മറ്റും കുറവായിരുന്നു. ശമ്പളം 250 രൂപ ശമ്പളം. പക്ഷേ നമ്മുടെ അണ്ണാച്ചിക്ക് പോതാതെ നമ്മളെ ശമ്പളം കൂട്ടി കൊടുക്കുക ഞാൻ ഏർപ്പാട് ചെയ്യണം മന്ത്രിമാർ പറഞ്ഞു. இன்னும் கட்டியில்லை சாமி நம்மளுக்கு 250 சம்பளம் ബുദ്ധിമുട്ടാണ് സ്വാമി. നമ്മൾക്ക് അമ്മ ഉണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, മകനുണ്ട്. 4 കിടാക്കളടക്കം 10 പശുക്കളാണ് ഗോശാലയിലുള്ളത്. പുറമെ ആടുകളും കോഴികളുമുണ്ട്. മണ്ഡലകാലത്ത് ഇവയെല്ലാം പരിപാലിക്കാൻ വേലുച്ചാമിക്ക് കൂട്ടായി മകൻ മണികണ്ഠനുമെത്തും. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മണികണ്ഠൻ പഠനത്തിന് അവധി നൽകിയാണ് പ്രതിഫലേച്ഛയില്ലാതെ അച്ഛനെ സഹായിക്കാനെത്തുന്നത്. സന്നിധാനത്തെ പാൽക്കാരനായത് ദൈവനിയോഗമായി കരുതുന്ന വേലുച്ചാമി തനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ, സന്നിധാനം.